ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഡിസംബർ 25 ഇതേ ഒരു ഡിസംബർ 25 2021 ഞാനൊരു അമ്മയായത്. എനിക്കൊരു പുത്രൻ ഉണ്ടായത്. ആ പുത്രന് ഇന്ന് 4 വയസ്സായി. അമ്മയാവാന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുമ്പോൾ തന്നെ അതൊരു വലിയ ടാസ്ക് ആയിരുന്നു. എന്നിട്ടിപ്പോൾ ആ ഒരു ടാസ്ക് ഞാൻ 4 കൊല്ലം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. സോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇന്ന് എന്താണ് ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നത് എന്ന്. ഇന്ന് നമ്മളെടുക്കാൻ പോകുന്ന വീഡിയോ ഭൂവിക്കിൻ്റെ ഹാപ്പി ബർത്ത്ഡേ വ്ളോഗാണ്. ഭൂവിക് ബർത്ത്ഡേ വ്ളോഗ്. സോ ഇനിയൊരു ഇൻട്രൊഡക്ഷൻ നിൽക്കുന്നില്ല. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ രാവിലെ തന്നെ നേരത്തെ വീഡിയോ എടുക്കണം, എണീക്കുമ്പോൾ തന്നെ ഉള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലെയൊക്കെ എടുക്കണം, മീൻസ് അവനെ ഹാപ്പി ബർത്ത്ഡേ പറയുന്ന വീഡിയോ എടുക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. ബട്ട് എന്തോ എൻ്റെ സാഹചര്യം പോലും അത് സംഭവിച്ചില്ല. കാരണം അവൻ എൻ്റെ കൂടെ ഒപ്പം എണീച്ച് വന്നു. അങ്ങനെ ടൈമിന് നല്ല സമയം വൈകി. ഇവിടെ എനിക്ക് രാവിലെ നേരത്തെ സ്കൂളിൽ പോകണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം നമുക്ക് എന്താ പറയുക, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളാണ്. പിന്നെ ഞാനൊരു ഫസ്റ്റ് ടൈം യൂട്യൂബറാണല്ലോ, വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈപോഡും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ എനിക്ക് ആ സെറ്റ് ചെയ്യാനും ഒന്നിനും പറ്റിയില്ല. പിന്നെ രാവിലെ എല്ലാവർക്കും പോകാൻ തിരക്കുള്ള ആൾക്കാരാണ് 2 പേരും. എല്ലാവരും എന്ന് പറയുന്നത് നമ്മൾ 3 പേരേ ഉള്ളൂ ഇവിടെ. ബിനോജിനാണെങ്കിലും ഭൂവിക്കിനാണെങ്കിലും രാവിലെ നേരത്തെ പോകണം. കാരണം ഇവിടെ നമ്മൾ ബർത്ത്ഡേ ആണ്, സ്കൂളിൽ പോകാതിരുന്നിട്ട് കാര്യമില്ല. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അവന് ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ക്രിസ്മസും ആണല്ലോ, അപ്പോൾ ക്രിസ്മസ് ഡേയുടെ സെലിബ്രേഷനും എല്ലാം നടക്കുന്നുണ്ട്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു സ്കൂളിൽ പോട്ടെ. അപ്പോൾ അതുപോലെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള റിട്ടേൺ ഗിഫ്റ്റ്. ഇവിടെ കേക്ക് മുറിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. കാരണം എല്ലാ കുട്ടികൾക്കും എന്തൊക്കെ അലർജി ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. സോ മാക്സിമം നമ്മൾ ഷുഗർസ് ആയാലും ആവശ്യമില്ലാത്ത ഫുഡ് ഐറ്റംസ് ഒന്നും സ്കൂളിൽ കയറ്റില്ല. സോ പ്ലേ സ്കൂളാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കേക്കൊന്നും വേണ്ട, ജസ്റ്റ് നമുക്കൊരു റിട്ടേൺ ഗിഫ്റ്റ് പോലെ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും ഒരു പെൻസിൽ, ഇറേസർ, ഷാർപ്പ്നർ അങ്ങനെയൊക്കെയുള്ള ഒരു പാക്ക് നമ്മൾ വാങ്ങിയിട്ട് ഒരു ഗിഫ്റ്റ് റാപ്പിൻ്റെ കവറിലിട്ടിട്ട് ഒറ്റ ചോക്ലേറ്റ് മാത്രം ഇട്ടിട്ട് കൊടുത്തു. അത് അവർ വീട്ടിൽ പോയിട്ടേ കഴിക്കുള്ളൂ. സ്കൂളിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കില്ല അവർക്ക്. ചെറിയ കുട്ടികളല്ലേ, അവരെന്തായാലും ഒരു മധുരം ആഗ്രഹിക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങനെ ഒരു കവറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ അതൊക്കെ ഒന്ന് കൊടുത്തിട്ട് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ഹാപ്പിയായി വരട്ടെ. നമ്മൾ പാർട്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത് വൈകുന്നേരം. ബിഗ് പാർട്ടി ഒന്നുമല്ല, ഏട്ടൻ്റെ കുറച്ച് കസിൻസിൻ്റെ ഇവിടെ. നമുക്ക് എപ്പോഴും നല്ല ക്ലോസ് ആയി നിൽക്കുന്ന കസിൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് വരും. പിന്നെ അടുത്ത 2 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് മാത്രമായിട്ടുള്ള ഒരു കുഞ്ഞു പാർട്ടിയാണ്. സോ അപ്പോൾ അവൻ വരുമ്പോഴൊക്കെ എനിക്ക് അതിൻ്റെയൊക്കെ കുറച്ച് പ്ലാനിങ്സൊക്കെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാണ്ട്. കാരണം ബലൂണും ഇതൊക്കെ നമ്മളിന്നൊരു സ്പൈഡർമാൻ തീം പാർട്ടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അവൻ ഒരു 3 വയസ്സായപ്പോൾ തന്നെ അവൻ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് സ്പൈഡർമാൻ ബർത്ത്ഡേ വേണം, എനിക്ക് സ്പൈഡർമാൻ ബർത്ത്ഡേ വേണമെന്ന്. ഞാൻ മാക്സിമം എല്ലാ ബർത്ത്ഡേക്കും ഇങ്ങനെ ഓരോ തീം സെറ്റ് ചെയ്യാൻ വിചാരിക്കലുണ്ട്. കാരണം നമുക്കും അതൊന്നും നടന്നില്ല, നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ നടക്കണം എന്നുള്ളൊരു പ്ലാനിൽ ഞാൻ എപ്പോഴും സെറ്റ് ചെയ്യാൻ ഞാൻ വിചാരിക്കലുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ അതിനുള്ള ഫുൾ സെറ്റ് ചെയ്ത് വരും. ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് തന്നെ എൻ്റെ മറ്റേ ഏട്ടൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ പോയപ്പോൾ ഞാൻ സ്പൈഡർമാൻ്റെ ബലൂണും ബർത്ത്ഡേ ബലൂൺ സെറ്റ്സും ഒക്കെ ഞാൻ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇനി അവൻ വരുമ്പോഴേക്കും അവന് സർപ്രൈസായിട്ട് അത് ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് വെക്കണം, ആ കാര്യങ്ങളൊക്കെ ചെയ്യണം. സോ അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ വരൂ, നമുക്കും ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ കാണാം. ഓക്കെ, വെൽക്കം. നമ്മുടെ ഈ ഒരു ഹോൾ ഏരിയയിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാനായിരുന്നു എൻ്റെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് പിന്നുള്ളതൊരു കുഞ്ഞ് ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ ആ സ്പേസ് തികയില്ല. അപ്പം ഇവിടത്തെ സമയത്തിൽ നമുക്ക് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യാം. ഞാൻ ബലൂൺസൊക്കെ ഞാൻ ഓൾറെഡി ഫുൾ പ്ലാൻ ചെയ്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവരിപ്പിച്ചിരുന്നു. എനിക്ക് വരുമ്പോൾ കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ഇപ്പോൾ വരുമ്പോൾ ഞാനത് ഫുള്ള് കൊണ്ടുവരിപ്പിച്ചു. കാരണം ഇവിടത്തെക്കാളും പ്രൈസ് നോക്കുമ്പോൾ ഒരുപാട് കുറവായിരുന്നു. പിന്നെ സ്പൈഡർമാൻ ബർത്ത്ഡേ എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിച്ചൊരു കാര്യമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടതും എല്ലാം വളരെ ചെറിയ പ്രൈസിലാണ് നാട്ടിൽ നിന്ന് എനിക്ക് കിട്ടി. അപ്പോൾ അതൊക്കെ ഫുള്ള് ഫില്ല് ചെയ്തിട്ട് ഇവിടെയൊക്കെ നമുക്കൊന്ന് വയ്ക്കാമെന്ന് വിചാരിച്ചു. അതാണ് എൻ്റെ പ്ലാൻ. നല്ല രസമല്ലേ സ്പൈഡർമാൻ? ഞാൻ എന്താ ഇപ്പോൾ ഏകദേശം ബലൂൺസൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. മീൻസ് ബലൂൺസ് ഫുള്ള് വീർപ്പിച്ചൊക്കെ ജോയിൻ ചെയ്യലും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഈ വോളിലൊന്ന് പ്ലേസ് ചെയ്യണം, ഈ വോളൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കിനി അത് കാണാം. പറ്റുന്ന പോലെയൊക്കെ അപ്പോൾ ഡെക്കറേഷൻ പരിപാടി ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെ സൈഡിൽ എൻ്റെ ക്രിസ്മസ് ട്രീ ഇരിക്കുന്നുണ്ട്. ഈ ക്രിസ്മസ് ട്രീയുടെ കഥയൊക്കെ പറയുകയാണെങ്കിൽ ബിഗ് കഥയാണ്, വലിയൊരു കഥയാണ്. ഞാൻ എന്താ സൈഡിൽ അതിന് ബാറ്റൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിരുന്നത്. ഇതിൽ ലൈറ്റും എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ വാങ്ങിക്കൊണ്ടുവന്ന ഉടനെ തന്നെ അതിൻ്റെ 2 സ്റ്റാൻഡിൻ്റെ കാലൊക്കെ അവൻ പൊട്ടിച്ചു. അവനത് വെക്കാൻ ധൃതിയായി അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടിട്ട് പിന്നെ എങ്ങനെയൊക്കെ ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയവർക്കാണ്. അതിൽ ഒരു ദിവസം ഡെക്കറേഷൻ ചെയ്താൽ 2ാമത്തെ ദിവസം അതിലൊന്നും കാണില്ല. അങ്ങനെ ലൈറ്റൊക്കെ ഫുള്ള് കേടുവരുത്തി, LED ലൈറ്റ്സൊക്കെ. അപ്പോൾ തൽക്കാലം അങ്ങനെ നിൽക്കണ പോലെ നിൽക്കട്ടെ വിചാരിച്ച് ഇങ്ങനെ സൈഡിൽ നിർത്തിയിറക്കാണ് അവൻ്റെ ഒരു ബാറ്റ് വെച്ചിട്ട്. ഡെക്കറേഷൻ അതിൻ്റെ സൈഡിലാണ് ചെയ്തത്.
അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് ബർത്ത്ഡേ ഡെക്കറേഷൻ. ഇനി നമ്മളിവിടെ ടേബിളിട്ടിട്ട് കേക്കൊക്കെ വെച്ച് അങ്ങനെ കട്ട് ചെയ്യും. എനിക്ക് വീടൊക്കെ കുറച്ച് ഒതുക്കി വെക്കാണ്ട്, നമ്മളിപ്പോൾ അത് ചെയ്തപ്പോൾ ഈ ക്ലീനിങ്ങൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ ആ ക്ലീനൊക്കെ ചെയ്തിട്ട് അവൻ അപ്പോഴേക്കും വരും. അപ്പോഴേക്കും ഇതൊക്കെ ചെയ്യണം. അപ്പോൾ 12 മണിയായി ഓൾറെഡി. അവന് 12 മണി വരെ പ്ലേ സ്കൂളുള്ളൂ. അപ്പോൾ അവൻ വന്നിട്ട് ബാക്കി കാണാം. ഇപ്പോൾ ടൈം ഒരു 7 o'clock കഴിഞ്ഞു. ഡെക്കറേഷൻസ് നമ്മളൊക്കെ രാവിലെ ചെയ്തത് കാണിച്ചിരുന്നല്ലോ. അപ്പോൾ ആ ഡെക്കറേഷൻസ് ഇങ്ങനെ നമ്മൾ രാവിലെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം പിന്നെ നോർമൽ ഇതാണ് ഉള്ളത്. സോ അപ്പോൾ ഇതാ ആ സോക്സ് ഇടണ്ട. ഓക്കെ ഓക്കെ. ബൂയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് ബൂയുടെ. അപ്പോൾ ഞങ്ങൾ ഈവനിങ് ഒരു 8 o'clock നമ്മൾ ബർത്ത്ഡേ പാർട്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് എല്ലാവരും വരും. ഒരു 15 members ഉള്ളൊരു ചെറിയൊരു ബർത്ത്ഡേ പാർട്ടിയാണ്. അപ്പോൾ അതിനുള്ള ഭക്ഷണം ഓർഡർ ചെയ്തു. ഇപ്പോൾ കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഇനി എനിക്ക് തലമുടിയും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫുൾ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനി കേക്കൊക്കെ വാങ്ങിയിട്ട് എല്ലാവരും വരട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. പിന്നെ ആ ടൈം ആയപ്പോഴേക്കും നമ്മുടെ ചേച്ചിയും നമ്മുടെ ഗസ്റ്റ് എല്ലാവരും വന്നിരുന്നു കേട്ടോ. ഗസ്റ്റ് എന്ന് പറയാനൊന്നും ഇല്ല, നമുക്ക് അത്ര അടുത്ത ആൾക്കാരെ മാത്രമേ നമ്മൾ വിളിച്ചിട്ടുള്ളൂ. ഇത് ഏട്ടൻ്റെ ഫ്രണ്ടാണ്. പിന്നെ ഇതാണ് നമ്മുടെ ചേച്ചി, ഹിമ ചേച്ചി, ഏട്ടൻ്റെ കസിനാണ്. ഞാനായിട്ട് നല്ല ക്ലോസ് ആണ് ചേച്ചി. പിന്നെ ചേച്ചിയുടെ കുട്ടികൾ പൊന്നു, പിന്നെ തങ്കു ഉണ്ടായി. തങ്കു ആദ്യം കണ്ട ചെറിയ കുട്ടി. പിന്നെ ഇതാണ് നമ്മുടെ കേക്ക്. സ്പൈഡർമാൻ ഡിസൈനിൽ തന്നെ വേണം എന്നുള്ള നിർബന്ധം പിടിച്ച് ഞങ്ങളങ്ങനെ കുറച്ചൊരു ഡിഫറെൻ്റ് ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സെലക്ട് ചെയ്തൊരു കേക്കായിരുന്നു. നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. ഒരു ഹോം ബേക്കറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയൊരു കേക്കായിരുന്നു. അത് കൊടുക്കാം. ചേച്ചിമാർക്ക് കൊടുക്കൂ. ബാങ്കിൽ ചേച്ചിമാരുണ്ട്. ആ അതന്നെ പച്ചയൊന്ന് കഴിക്കട്ടെ. ചേച്ചി കൊടുക്കൂ. നമ്മളിതാ അപ്പോൾ ഭക്ഷണം കഴിച്ചു. കേക്ക് കട്ട് ചെയ്യാൻ കുറച്ച് സമയം വൈകി. ഭക്ഷണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും എന്താ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസ് വാങ്ങിയിരുന്നു, ചിക്കൻ ലോലിപോപ്പ് വാങ്ങിയിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. അങ്ങനെ ഈ ഒരു 4th ബർത്ത്ഡേ ഇതാ ഇവിടെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി ഭക്ഷണം. സിമ്പിൾ ആൻഡ് നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ബർത്ത്ഡേ ഇവിടെ കഴിഞ്ഞു. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോയി. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും എൻ്റെ വീഡിയോ കണ്ട് എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്.